പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഒരു സൈറ്റിലാണ്. അവിടെ നമ്മുടെ ടെക്നീഷ്യൻ ബിനിച്ചേട്ടനും ഡെക്കാൻ്റെ ദീപേഷെല്ലാം ചെന്നിട്ടുണ്ട്. ഇവർ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള കാരണം അവിടെ ഒരു പമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഇൻട്രോ പറയുകയാണെങ്കിൽ, ഈ പമ്പ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഫിറ്റ് ചെയ്ത പമ്പാണ്. അത് പമ്പ് നന്നായിട്ട് വെള്ളം വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് അതിൽ കലക്ക പൊടിയും ചെളിയൊക്കെയാണ് പമ്പ് ചെയ്തപ്പോൾ കയറി വന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവരിത് കണ്ടപ്പോൾ പമ്പ് പെട്ടെന്ന് ഓഫ് ചെയ്തു. പിന്നീട് ഓൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ഹൈ ആംപിയർ കാണിച്ച് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലയിൻ്റാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫോ അനുസരിച്ച് നമുക്കത് പമ്പ് സ്റ്റക്കായതാവാൻ ഉള്ള സാധ്യത തന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ബിനിച്ചേട്ടൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ പമ്പാണ്. പമ്പ് ഫ്രീ ആണോ എന്ന് നോക്കി, പമ്പ് ഫ്രീ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് ആദ്യം ചെറിയൊരു വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് പമ്പൊന്ന് അനക്കി നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് പാറപ്പൊടിയും മറ്റും നമുക്കൊരു ഇതിലേക്ക് കളക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. മോട്ടറിൻ്റെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇത് ആക്ച്വലി മോട്ടറിൻ്റെ സൈഡ് അവിടെ ഫിറ്റ് ചെയ്ത ഇലക്ട്രീഷ്യൻ ചെക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അവരെ കൊണ്ട് അത് വർക്ക് ചെയ്ത് നോക്കിച്ചതാണ്. അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അവർ പറഞ്ഞ ആംബിയറും വാല്യൂം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പമ്പ് ക്ലീൻ ചെയ്യുന്ന പർപ്പസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളൊരു സൈറ്റിൽ വെച്ച് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൂൾസ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈസി വഴി എന്ന് പറഞ്ഞാൽ പമ്പിൻ്റെ നാർവി അഴിച്ച് മാറ്റിയിട്ട് രണ്ട് സൈഡിൽ കൂടെ വെള്ളം ഒഴിക്കും. നോർമലി നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ പയ്യെ ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് പയ്യെ നമ്മളത് കുത്തി കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം ഇറങ്ങുന്നതിൻ്റെ ഒപ്പം അതിൽ കയറി ജാമായേക്കുന്ന പൊടിയും മണലും കാര്യങ്ങളെല്ലാം നമുക്കത് പമ്പ് സൈഡിലൂടെ തിരിച്ചിറങ്ങുന്നത് കാണാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ വീഡിയോയിൽ കട്ട് ഷോട്ട് ചെയ്ത് കുറച്ചൊരു ടൈമിംഗ് കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി നല്ല ടൈം കൺസ്യൂം ചെയ്യുന്നൊരു വർക്കാണ്. ഏകദേശം 1/4 മണിക്കൂറിനോളം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഇതിപ്പോൾ എടുത്തിരിക്കുന്ന പമ്പ് എന്ന് പറഞ്ഞാൽ 40 സ്റ്റേജിൻ്റെ പമ്പാണ്. അപ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഈസി ആയിട്ടുള്ള വർക്കല്ല. ഇത് നമ്മൾ തീർത്തും ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ്. എത്ര സമയമെടുത്താലും അതിനുള്ളിലെ മണലും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വാഷ് ഔട്ടായി പോയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളത് റീഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു ഒട്ടും അനങ്ങാത്തൊരു ഷാഫ്റ്റിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ചെറിയ മൂവ്മെൻറ്റ് ആ ഷാഫ്റ്റിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പ്രോപ്പറായിട്ട് അതിനുള്ളിൽ നിന്നുള്ള മണലും കാര്യങ്ങളെല്ലാം മൊത്തമായി വാഷ് ഔട്ട് ചെയ്യുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഇതേപോലെ വാഷ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പമ്പ് ഫുള്ളായിട്ട് ഫ്രീ ആകുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കറക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളത് വീണ്ടും ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ കൈവച്ച് സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളത് കപ്പിൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കിലേക്ക് നമ്മൾ നീങ്ങുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പല ഇടങ്ങളിലും പല രീതിയിലാണ് വർക്ക് വരിക. ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ജോയിൻ്റാണ്. അതായത് 3 ജോയിൻറ്റുകളും ഒരേ സ്ഥലത്ത് വരാൻ പാകത്തിനുള്ള ജോയിൻ്റാണ് നിലവിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ സേഫ്റ്റി വരാനായിട്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ ജോയിൻ ചെയ്യുന്നത് 3 ജോയിൻറ്റുകളും 3 സ്ഥലങ്ങളിലായി നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് നമ്മളത് സാധാരണ ജോയിൻ ചെയ്യാറ്. അത് നിങ്ങൾ നമ്മുടെ മറ്റു വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ല. മോട്ടർ അഴിച്ച് നോക്കിയാൽ ചെറിയ വെള്ളത്തിൻ്റെ അളവ് കുറവുള്ള പോലെ തോന്നിയതുകൊണ്ട് അത് റീഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ കപ്പിൾ ചെയ്തിട്ട് നെറ്റെല്ലാം ഇട്ട് മുറുക്കിയതിന് ശേഷം അതിൻ്റെ ഷാഫ്റ്റ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്ത് വീണ്ടും ഉറപ്പ് വരുത്തുക. അതിന് ശേഷം വേണം നമ്മൾ പമ്പ് ഫിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കഴിയുന്നതും നമ്മൾ ഈ മണൽ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് നെറ്റ് ഇട്ടതിന് ശേഷം ആ നെറ്റിൻ്റെ മുകളിലും താഴെയായിട്ടുള്ള ചെറിയ ഗ്യാപ്പുകൾ നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഇതേപോലെയുള്ള മണൽ അതിൻ്റെ അകത്ത് കയറുന്നതിൻ്റെ കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങൾ, ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇനി ബിനിച്ചേട്ടനായിരിക്കും വിശദീകരിച്ച് തരിക. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പുതിയ സജഷനെല്ലാം എന്തൊക്കെ മാറ്റങ്ങളാണ് ബിനിച്ചേട്ടൻ അതിൽ വരുത്തിയേക്കുന്നതെന്നുള്ളത് ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമ്മൾ പമ്പ് ക്ലീൻ ചെയ്ത് നമ്മൾ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ചെയ്തിരിക്കുന്ന ചെറിയ 1-2 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ ക്ലിപ്പ് ഇവിടെ ഒരു ബോൾട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് തന്നെ നമുക്ക് ഒരിക്കലും സേഫല്ല. പോരാത്തന്നെ ഇത് HDയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും 500 അടിക്ക് മേളിലേക്ക് HD പൈപ്പ് അത്ര സേഫ് അല്ല. കോളം പൈപ്പ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിലയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എക്കണോമി റേഞ്ച് HD പൈപ്പ് ആയിരിക്കും വില കുറവ് വരുന്നത്. കോളം പൈപ്പ് വരുമ്പോൾ ഭയങ്കരമായ റേറ്റിൽ വ്യത്യാസം വരും. അത് കാരണം ഒക്കെ ആവാം കൂടുതൽ ആൾക്കാർ HDയിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കുന്നു.
500 മേളിലേക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് കോളം പൈപ്പ് ആയിരിക്കും. അപ്പോൾ HDPE പൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബോൾട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആരും വിചാരിക്കരുത്. കാരണം ഈ ക്ലിപ്പ് എപ്പോഴും സ്ലിപ്പ് പൈപ്പാണുള്ള സാധ്യതകൾ. എത്ര നമ്മൾ ടൈറ്റ് ചെയ്താലും ലോഡ് ഈ പൈപ്പിൽ ആണ് മെയിനായിട്ട് മോട്ടറിൻ്റെ ലോഡ് ഹാങ് ആവുന്നത്. ആ ഹാങ് ആകുമ്പോൾ ഇത് സ്ലിപ്പ് പൈപ്പാണുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ബോൾട്ട് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ കേബിൾ കെട്ടുന്നതാണെങ്കിലും ഈ കയർ ഭിത്തിയിൽ ഉരയാതെ ഇതുപോലെ മോട്ടറിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന കെട്ടുകൾ വരാനും ശ്രദ്ധിക്കുക. ബോറിന്റെ ടോട്ടൽ ഡെപ്ത് എന്ന് വെച്ചാൽ 650 അടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ 600 അടിയിൽ ഭയങ്കരമായിട്ട് ഇതിനകത്ത് പൊടി വന്ന് പമ്പ് ജാമാകാൻ പ്രശ്നങ്ങളായി. ഇപ്പം നമ്മളിനിയിപ്പോൾ നിലവിൽ 500 അടിയാണ് ഇത് ഇറക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഡ്രില്ല് ചെയ്തവരുടെ തന്നേക്കുന്ന ഇൻഫർമേഷൻ പാറയ്ക്ക് കടുപ്പം കുറഞ്ഞ പാറയാണെന്ന് അവർ പറഞ്ഞതായിട്ട് ഇവിടെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ 500 അടിയിലാണ് ഇപ്പം രണ്ടാമത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. വരുവാണ് ഈ കയറൊന്ന് കേബിൾ അവസാനം തന്നെ കേബിളില്ല അവിടുത്തെ കേബിൾ വേണേ കയറാണ്. ഭയങ്കര പൊടിയാണ്. നമ്മളിന്നിപ്പം മോട്ടർ ഇറക്കി മോട്ടറിൽ പമ്പ് ചെയ്തത് ഭയങ്കരമായ പാറപ്പൊടിയാണ്. ഇത് പമ്പ് ജാമാവാനുള്ള സാധ്യത കൂടുതലുള്ള ബോറാണ്. ഇപ്പോൾ ഈ പത്തൻ്റെ മുകളിൽ നോക്കി ബാക്കിൽ ആ മേളിലൊരു ലൈൻ പോലെ പൊടി ഫോം ചെയ്യുന്ന കാണാമോ? ഉണ്ടോ? വെള്ളത്തിൽ അരിഞ്ഞു വരുന്ന പാറപ്പൊടിയാണ്. ആ പൊടി കംപ്ലീറ്റ് കയറി ഈ വെള്ളം ക്ലിയറായിട്ട് തെളിയാതിരിക്കുന്നിടത്തോളം കാലം ഈ പമ്പിൻ്റെ ജാമാവൽ കംപ്ലൈൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കറണ്ട് പോവുക എന്തെങ്കിലും ചെയ്ത് പമ്പ് ഓഫ് ചെയ്താൽ പമ്പ് ജാമാവും. ഉള്ളിൽ വെള്ളത്തിൻ്റെ ബാക്കി സെഡിമെൻസായിട്ട് വരുന്ന പൊടി കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാ ഈ കാണുന്നത്. പൊടി പമ്പിന് ഇപ്പോൾ പമ്പ് ഓഫ് ചെയ്താൽ പമ്പ് വീണ്ടും സ്റ്റക്കാവും. ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും പമ്പ് റൺ ചെയ്യിച്ചിട്ട് പമ്പ് ഓഫ് ചെയ്യരുത്. വെള്ളം തെളിയുന്നവരെ പമ്പ് റൺ ചെയ്യിക്കുക. ഇത് ക്ലീൻ ചെയ്യാത്ത ബോറാണ് ഇട്ട് പോകുന്നത്. ക്ലീനിങ് കറക്റ്റായിട്ടില്ല ഈ ബോറ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ ഈ ചെറിയ എക്സ്പീരിയൻസ് വീഡിയോ അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ ചെയ്ത വർക്കിൽ ഓരോരുത്തരുടെ അവരവരുടെ കമൻസും വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഒത്തിരി കമൻസുകൾ ഇതിനകത്ത് പറയാനുണ്ടാവും. കാരണം മോട്ടർ അങ്ങനെ ക്ലീൻ ചെയ്തത് അല്ലെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്യണം. അഴിച്ച് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഈ പമ്പ് വർക്ക്ഷോപ്പിൽ പോകാതെ ഒരിക്കലും നമുക്ക് അഴിച്ച് സർവീസ് ചെയ്യാൻ കഴിയില്ല. 40 സ്റ്റേജുള്ള പമ്പാണ്. അത് സൈറ്റിൽ വെച്ച് അഴിച്ച് സർവീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സൈറ്റിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ രീതിയിൽ ആ കംപ്ലയിൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.